ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കവിയൂരിനടുത്ത് നാഴിപ്പാറ എന്ന സ്ഥലത്തുള്ള രാജസാറിൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വൈഫും 3 വർഷമായിട്ട് ഇവിടെ എവിടെ നിന്നോ പറന്നു വന്ന് എവിടേക്കോ പറന്നു പോകുന്ന 2 കിളിക്കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഒരു ആത്മകഥയുടെ വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എല്ലാ വർഷവും ഡിസംബർ 25-ന് ഈ വീട്ടിലെത്തുന്ന ഈ കിളിക്കുഞ്ഞുങ്ങൾ ഇവിടെ മുട്ടയിട്ട് വിരിഞ്ഞ് ഇവിടെ നിന്ന് പറന്നു പോകുന്നു. തുടർച്ചയായ 3 വർഷമായിട്ട് ഈ കിളിക്കുഞ്ഞുങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ മുട്ടയിടുന്നതും എല്ലാം ഞങ്ങളെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ നമുക്ക് വീട്ടമ്മയോടും ചോദിച്ച് നമുക്കിതൊന്ന് നേരിട്ട് കാണാം. പതിനൊന്ന് ദിവസമാണ് ഇവരുടെ മുട്ടയുടെ വിരിയാനുള്ള കാലാവധി സമയം. അതിനുള്ളിൽ ഒരു മുട്ടയൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ 2 പേര്. അപ്പോൾ ഇതെവിടെ ഇതിരിക്കുന്നതെന്ന് അറിയണ്ടേ നമുക്ക്? ഇത് കണ്ടോ, വീടിൻ്റെ തിണ്ണയിൽ കാർ പോർച്ച് കഴിഞ്ഞിട്ട് സിറ്റ് ഔട്ടിലാണ് ഇരിക്കുന്ന ക്രിസ്മസ് ട്രീ. അത് കണ്ടോ. അപ്പോൾ അതിനെ കുഞ്ഞുങ്ങളുടെ അടുത്തൊന്നും പട്ടിയും പൂച്ചയും കാക്കയും ഒന്നും വരാതിരിക്കാൻ വേണ്ടി കുപ്പിക്കകത്തെല്ലാം കളർ വെള്ളം നിറച്ച് 24 മണിക്കൂറും അതിന് കാവിലിരിക്കുകയാണ് ആ കുഞ്ഞ് വിരിഞ്ഞ് പുറത്തു പോകുന്നത് വരെ. ഇനിയിപ്പോൾ ഇവർ കൂടി വന്നവർ 4-5 ദിവസം കൂടെ കാണും. കുഞ്ഞ് പ്രായമായി ഏതാണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പറക്കാറായെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 4-5 ദിവസം കൂടെ കാണത്തുള്ളെന്ന് ബിസാറിൻ്റെ വൈഫ് പറഞ്ഞത്. അപ്പം അതുവരെ അവരെ പരിപാലിച്ച് നോക്കി ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ആ കുഞ്ഞുങ്ങളെ പൂച്ചയൊന്നും വരാതെയൊക്കെ. രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ അത്രേ ഇവർ ഒച്ചയോ ശബ്ദവും കേട്ട് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നോക്കുന്നത്. അമ്മതേ ഇതേ ബിസാറിൻ്റെ വൈഫാണ് ഭക്ഷണം കൊടുക്കുക. അതേ കണ്ടോ, അമ്മ കുത്തിയെടുക്കുന്നു. അമ്മ കുത്തിയെടുത്തിട്ട് കുഞ്ഞുങ്ങൾ 2 പേര് വന്നു. ഇനി അമ്മയുടെ ഉമിനീരും ചേർത്ത് അമ്മേനെ ഒരു പകുതി ദഹിപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഹസ്ബൻഡിന് കൊടുക്കാൻ പോയതാ, കൊടുക്കാൻ പോയതാ. അവർ 2 പേരും എന്താ ഇവരെയൊക്കെ അല്ലേ നമ്മൾ കണ്ടുപഠിക്കുക. എന്ത് കൊടുത്താലും, ബ്രെഡ് കൊടുത്താലും ചപ്പാത്തി കൊടുത്താലും ഒക്കെ കഴിക്കും. കഴിച്ചിട്ട് അതിന്റെ ഒരു ഭാഗം അതിന്റെ ആൺകിളി അവിടെ ഇരിപ്പുണ്ട്, അതിനോട്ട് കൊടുക്കും. അതിനും കൊണ്ട് കൊടുക്കും. ഇത് നമ്മുടെ വേഴാമ്പലിന്റെ കാര്യം പറയുന്നതിനെക്കാട്ടി ആൺകിളിക്ക് എപ്പടി ദേഷ്യമാ നമ്മൾ ഇവരുടെ അടുത്തോട്ട് പോകുന്നത്. അച്ഛൻ ഇരിക്കുന്നുണ്ടോ? അച്ഛൻ വന്നിരുന്ന് അച്ഛന് ദേഷ്യമാണ് കണ്ടോ. നമ്മളിവിടെ നിൽക്കുന്നതൊന്നും അച്ഛന് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ 2-3 പ്രാവശ്യം ഇവിടെ വന്ന് പുള്ളി ദേഷ്യത്തിൽ കുറുകിയിട്ടിരിക്കുക. അതേ കണ്ടോ, കൊടുക്കുന്നുണ്ടോ. നമ്മളെ പരിചയമില്ലാത്തതുകൊണ്ടാണ് അവർ ചെറിയൊരു അകലത്തിൽ നിൽക്കുന്നത്. വെച്ചോടി, എടുത്തു. മതിയോ? അവരൊന്നും ചെയ്യത്തില്ല, എന്നാ എടുത്തോടാ. ഇത് എല്ലാ വർഷവും ഡിസംബർ 25 കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് സർക്യൂട്ട്, അതായത് ലൈറ്റ് എല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേന് ഇവർ വന്ന് ചെറിയ ഒരു താഴെ ഈ പച്ചയില കാണുന്നില്ലേ, ഒരു വട്ടത്തിൽ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടാണ് അവരുടെ ആ കൂട് തുടങ്ങുന്നത്. കൂട് തുടങ്ങി ഒരു 3 ദിവസം കഴിയുമ്പോൾ എക്സാക്ട്ലി അവർ മുട്ടയിടും. ആദ്യത്തെ ദിവസം ഒരു മുട്ടയിടും, 2ാമത്തെ ദിവസം അടുത്ത മുട്ട. അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ അമ്മക്കളി ഇങ്ങനെ ഇരിക്കും. വളരെ കുറച്ച് നേരം മാത്രമേ പുറത്തൊക്കെ പോകാറുള്ളൂ. അപ്പം ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷമായിട്ട് കാണുന്നത് കൊണ്ട് എനിക്കറിയാം, ഒരു 10 ദിവസം ആകുമ്പോഴത്തേന് ഇത് വിരിയും, 10-11 ദിവസം ആകുമ്പോഴത്തേന്. അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട്, മൃഗങ്ങളൊക്കെ വരും, സംവിധാനമൊക്കെ എടുത്തേക്കുന്നത്. എന്നാലും ഞങ്ങളുടെ എപ്പോഴും ഒരു ശ്രദ്ധ ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും. പൂച്ചയൊന്നും വരാതെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു 11ാമത്തെ ദിവസം വിരിഞ്ഞു. ആദ്യത്തെ മുട്ട ആദ്യം വിരിഞ്ഞു, 2ാമത്തെ മുട്ട 2ാമത് വിരിഞ്ഞു. അങ്ങനെ ലൈക്ക് നമ്മുടെ കോഴിയൊക്കെ പോലെ തന്നെ അതങ്ങനെ തന്നെ അടയിരിക്കും. ഇടയ്ക്ക് പോവും, എന്തെങ്കിലും കഴിച്ചിട്ട് വരും. പിന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഭക്ഷണവും കഴിക്കും. ചപ്പാത്തി കഴിക്കും, കേക്ക് കഴിക്കും, പഴം കഴിക്കും. എന്ത് കൊടുത്താലും കഴിക്കും. കഴിക്കുന്നതിന്റെ ഒരു ഭാഗം ആൺകിളി അപ്പുറത്തിരിപ്പുണ്ട്, അതിനും കൊണ്ട് കൊടുക്കും. ഇതിനിടയ്ക്ക് എന്നോട് അകത്ത് വെച്ച് പറഞ്ഞാൽ ഇവർക്ക് എന്തോ പ്രശ്നമായിരുന്നു, കുഞ്ഞ് വിരിഞ്ഞ സമയത്ത് എന്തോ കുഞ്ഞിന് ഡയറക്റ്റ് കൊടുത്തെന്ന് പറഞ്ഞു. കുഞ്ഞിന് ഞാൻ ചെറിയ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടാ ചെറിയൊരു പീസ് ബ്രെഡ് അതിന്റെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോഴത്തേന് ഈ അമ്മക്കളി വന്നിട്ട് അത് എടുത്ത് കളഞ്ഞിട്ട് എൻ്റെ കയ്യിലിട്ട് ഒരു കൊത്തും തന്നു. കാരണം അതിന് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് ഭക്ഷണമൊന്നും കൊടുക്കാറില്ല. പിന്നെ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, അവിടെ ഒരു ഉരലുണ്ട്, ഞങ്ങൾക്ക് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇവർ 2 പേരും അല്ല, എല്ലാ കിളികളും വരും, അവർ കുടിക്കും, കുളിക്കും. പിന്നെ അവിടെ ആ പേരയുണ്ട്, ചിക്കുണ്ട്, അതൊക്കെ അവർ കഴിച്ചേച്ച്
പിന്നെ അവര് പോകുന്നത്. പോകത്തുള്ളൂ അല്ലേ? കുറെ കിളികളുണ്ട്, ഇവർ രണ്ടും മാത്രം. പേസ്ട്രി ഒക്കെ വലിയ ഇഷ്ടമാ. പേസ്ട്രിയുടെ ആ വിപ്പിംഗ് ക്രീം ഒക്കെ ഇല്ലേ, മധുരം അല്ലേ? അത് ഭയങ്കര ഇഷ്ടമാ. പച്ചരി നമ്മുടെ പച്ചരി ഇല്ലേ, അതിങ്ങനെ കയ്യിൽ വെച്ചിരുന്ന എല്ലാം കൊത്തി കൊത്തി കഴിക്കും അല്ലേ? കൊത്തി കഴിക്കും. പിന്നെ ഇവര് വെളിയിൽ പോയി ഇനി എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് വരും. ചെറിയ ചെറിയ പ്രാണികൾ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ചെറിയ ഈ ചെടിക്കകത്തൊക്കെ ഇരിക്കും ചെറിയ ഇതുണ്ടല്ലോ പ്രാണികളൊക്കെ, അവരെ കൊണ്ടുവന്നാ കൊടുക്കുന്നത്. ഇവർക്കൊക്കെ ഭയങ്കര അറിവല്ലേ, മുത്തുമണി നമ്മൾ വിചാരിക്കുന്ന പോലല്ല. മുത്തുമണി കൂടെ തൊടുന്നൊന്നും അങ്ങനെ ഇഷ്ടമല്ല. എക്സാക്ട്ലി അത് ആ വാഴയുടെ ഉണങ്ങിയ ഇലയുടെ നാര് കട്ടിക്ക് ഈ എന്തിന്റെയാന്ന് എനിക്കറിയത്തില്ല, ഒരു മുളയല്ല എക്സാക്ട്ലി, അതിന് പക്ഷെ കട്ടിയുണ്ട്, നമ്മുടെ ഈർക്കില് പോലൊക്കെ ഇരിക്കും, അതിനകം വെച്ച് സെറ്റാക്കി 3 ദിവസം കൊണ്ട് അത് സെറ്റാക്കും. 3 ദിവസം കൊണ്ട് കൂട് റെഡിയാക്കി. 3 ദിവസം കൊണ്ട് കൂട് റെഡിയാകും. ഇവർക്ക് കഴിക്കാനുള്ള ഉണ്ടല്ലോ, പേരയ്ക്ക ഇതൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടും കൂടിയാ. ഇത് ഉരലാണ്, ഉരലിനകത്ത് വെള്ളം നിറച്ച് വെച്ചിരിക്കുക. എല്ലാ ദിവസവും രാവിലെ വെള്ളം നിറച്ച് വെക്കും. കിളിക്കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും വരും, കാക്കയും കുയിലും ചെറിയ കിളികളും എല്ലാവരും വരും. അവരെല്ലാവരും വെള്ളം വെറൈറ്റി കിളിയുണ്ട്, പേരയ്ക്ക നിറത്ത് നിലത്തിടുന്നുണ്ട്. അവർ കഴിച്ചിട്ട് അവർക്ക് വേണ്ടിയുള്ള പേരയാണ് കണ്ടോ, പേരയ്ക്കൊക്കെ നിലത്ത് കിടക്കുന്നുണ്ടോ, അവരെല്ലാരും കഴിച്ച് വെച്ചതാണ്ട്. ഇവിടെ എല്ലാം കിടക്കുന്ന പേരയ്ക്ക കാണാമോ? ഇത് കണ്ടോ കുഞ്ഞുങ്ങളെ, അമ്മ വന്നേ കണ്ടോ. നമ്മൾ പരിചയമില്ലാത്തവരെ നമ്മുടെ ശരീരത്തിന് മണം കിട്ടിയപ്പോഴത്തേക്കിന് അമ്മ ഓടിയെത്തിയുണ്ടോ, സ്വന്തം ജീവൻ കൊടുത്തും അവർ സംരക്ഷിക്കാൻ വേണ്ടി. എത്ര കുഞ്ഞു പറവയാണെങ്കിൽ പോലുമേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ അമ്മയുടെ സ്നേഹം. അവരുടെ മുന്നിൽ ഇനിയിപ്പം മനുഷ്യനല്ല, ആനയല്ല, എത്ര വലിയ ജീവി അവരുടെ മുന്നിലെത്തിയാൽ പോലും ആ കുഞ്ഞുങ്ങളുടെ ജീവന് വേണ്ടി അവർ ഓടിയെത്തും. കണ്ടോ, അതാ മാതൃത്വം എന്ന് പറയുന്നതേ. രാജ് സാറിൻ്റെ വൈഫുമായിട്ടാണ് അവരുടെ ഏറ്റവും വലിയ സൗഹൃദം. കാരണം അമ്മയുടെ മണവും ആ ശബ്ദവും എല്ലാം അവർക്ക് തിരിച്ചറിയാം. ഇപ്പം ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ചെറിയൊരു ഭയമുണ്ട്. ഇപ്പം ചെറുതായിട്ട് ഭയം മാറി വരുന്നതേ ഉള്ളൂ. എങ്കിലും ആൺകിളി എത്തിയിട്ടില്ല. ആൺകിളി 4 സൈഡിൽ ഇരുന്ന് ദേഷ്യപ്പെട്ട് ഇങ്ങനെ കുറുകുന്നുണ്ട്. ഞങ്ങൾ അടുത്തോട്ടൊന്ന് വന്നപ്പോഴത്തേക്കിന് അമ്മ ഉടനെ പറന്നെത്തിയത് കണ്ടോ. ഇനി അവരുടെ മുന്നിൽ എത്ര വലിയ ജീവിയാണെന്ന് പറഞ്ഞാലും അമ്മയുടെ ആ സ്നേഹത്തിന് മുന്നേ അവരാരും ഒരു തടസ്സമല്ല. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് ഇവിടെ പറന്നെത്തിയ ഒരു പുള്ള്, അതിനെ കണ്ട ആൺകിളി തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആ പുള്ളിനെ അവിടുന്ന് ദിശ തെറ്റിച്ച് കൊണ്ടുപോയ കാഴ്ച നമ്മൾ കാണേണ്ട ഒരു സ്നേഹം വേറെ ആർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. വലുതാണല്ലോ ബുദ്ധി എന്നുള്ളത് ആ കുഞ്ഞു കിളി ആ വലിയൊരു പുള്ളിന് കാണിച്ചു കൊടുത്തു. അപ്പം എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.